ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 143. ബാബു മാ ജാഅ അന്ന ബഅദ ഹാദിഹിൽ ഉമ്മത്തി തഅബുദുൽ ഔസാൻ. ഈ ഉമ്മത്തിലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ, മുസ്ലിം ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ, ചില ആളുകൾ ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യും, ബിംബങ്ങളെ ആരാധിക്കും എന്നത് സംബന്ധിച്ച് വന്നിട്ടുള്ള അധ്യായം. അതിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ഇന്നല്ലാഹ സവാലിൽ അർള ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ എന്ന് തുടങ്ങുന്ന ഹദീസിന്റെ ഷറഹാണ് ഇനി പറയുന്നത്. ഷറഹിൽ നിന്ന്, ഇആനത്തുൽ മുസ്തഫീദിൽ നിന്നുള്ള ഭാഗം. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സവാലി അൽ അർള, നിശ്ചയം അല്ലാഹു എനിക്ക് ഭൂമിയെ ചുരുട്ടി തന്നു. യാനി ഉദ്ദേശിക്കുന്നത് ജമാഅഹ, അതിലൊരുമിച്ച് കൂട്ടി, ഹവാഹ, അതിന്റെ ഉള്ളടക്കം, അതിനെ ഉള്ളടക്കി, വതവാഹ, അതിനെ ചുരുട്ടുകയും ചെയ്തു. ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ സ്വാറത്ത് ഹജ്മൻ സഗീറൻ, അത് ചെറിയ ഒരു കോലം, അല്ലെ ചെറിയൊരു അളവ് ആകുന്നത് വരെ. യറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറാഫഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അറ്റങ്ങളെ കാണുന്നു. മാ ബഅദ മിൻഹ മാ ഖർബ, ദൂരത്തുള്ളതും അടുത്തുള്ളതും നബി ഒരുപോലെ കാണുന്നു. വല്ലാഹു ഖാദിറുൻ അലാ കുല്ലി ഷൈ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന്. ഔ അന്നൽ മുറാദ വല്ലാഹു അലം, അല്ലെങ്കിൽ ഉദ്ദേശം ഇങ്ങനെ ആയിരിക്കാം, ഭൂമി അള്ളാഹു എനിക്ക് ചുരുട്ടി തന്നു എന്ന് പറയുന്ന ഉദ്ദേശം അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ അറിയാം. രണ്ടാമതൊരു സാധ്യത എങ്ങനെ പറയണം, അന്നഹു ഖവ്വാ ബസറ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സേം അള്ളാഹു അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഴ്ച ശക്തി പ്രത്യേകമായിട്ട് ശക്തിപ്പെടുത്തി. ഫസ്വാറ യറ കുല്ലൽ അർളി മശാരിഖഹ വ മഗാരിബഹ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമിയെ മൊത്തം അതിന്റെ ഉദയസ്ഥാനങ്ങളും അസ്തമയ സ്ഥാനങ്ങളും ഒക്കെ കാണാൻ പറ്റി. കമാ ഹസല ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നത് പോലെ. ലമ്മാ സഅലഹുൽ മുശ്രികൂന അൻ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് ബഹുദൈവിശ്വാസികൾ മുശ്രിക്കുകൾ അവിടത്തോട് ചോദിച്ചപ്പോൾ, അതായത് ഇസ്രാ മിഅ്റാജ് സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോൾ, ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലും അവിടെ നിന്ന് 7 ആകാശങ്ങളിലൊക്കെ പോയിട്ട് വരെ, അതെങ്ങനെ സാധ്യമാകും? ഇത് ശരിയല്ല, കളവാണ് പറയുന്നത് എന്ന് അവർ വാദിച്ചു. അപ്പോൾ ബൈത്തുൽ മഖ്ദിസിൽ പോയിട്ടുണ്ടെങ്കിൽ ബൈത്തുൽ മഖ്ദിസിലെ വിവരങ്ങൾ ചോദിച്ചാൽ അറിയണമല്ലോ. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിനെ കുറിച്ച് പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു. അവൻ ചോദിച്ചപ്പോൾ ഹൈതു ഖവ്വാ ബസറ റസൂലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, അതായത് അള്ളാഹു റസൂലിന്റെ കാഴ്ച ശക്തി അള്ളാഹു ശക്തിപ്പെടുത്തിയ സ്ഥിതിക്ക് ഫസ്വാറ യൻദുറു ഇലാ ബൈത്തുൽ മഖ്ദിസ് വഹുവ ഫി മക്ക യഖ്തുബു ഫിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക മക്കയിൽ. അപ്പൊ ബൈത്തുൽ മഖ്ദിസിലേക്ക് നബി നോക്കി, അങ്ങനെ നോക്കാൻ തുടങ്ങി. ഫയസ്രിഫു ലഹും അൽ മസ്ജിദ അൻ മുആയനത്തിൻ വ മുശാഹദത്തിൻ, കണ്ടുകൊണ്ട് അവർ സാക്ഷിയായിക്കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അഖ്സയെ, അല്ലെങ്കിൽ മസ്ജിദുൽ ബൈത്തുൽ മഖ്ദിസിനെ അവർക്ക് വിവരിച്ചു കൊടുത്തു. ഹത്താ ദക്കറ ലഹും അലാമാതിഹി വൽ അശ്യാ അല്ലതി യഅരിഫൂനഹാ ഫീഹി, അതിന്റെ അടയാളങ്ങളും അതേപോലെ അവർക്ക് മുശ്രിക്കുകൾക്ക് അവിടെ അത് സംബന്ധിച്ച് അറിയുന്ന കാര്യങ്ങളും ഉൾപ്പെടെ നബി പരാമർശിക്കുന്നത് വരെ. വഹത്താ അന്നഹു അഖ്ബറഹും അൻ ഐരിഹിം അല്ലതി ഫി ത്വരീഖി അല്ലതി കാനൂ യന്തദുറൂനഹ, അവർ പ്രതീക്ഷിക്കുന്ന വഴിയിലെ അവരുടെ കച്ചവട സംഘം, ആ കച്ചവട സംഘത്തെ കുറിച്ച് വരെ നബി പറഞ്ഞു കൊടുത്തു. ഇവിടെ മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലെ സംഭവം, അഖ്ബർഹും ഐനഹിയ, ആ കച്ചവട സംഘം, ആ യാത്രാ സംഘം എവിടെയാണ് എന്ന് അതൊക്കെ നബി പറഞ്ഞു കൊടുത്തു എന്ന്. ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ആ ഭൂമിയുടെ അതിന്റെ ഉദയസ്ഥാനങ്ങളും അസ്തമയ സ്ഥാനങ്ങളും കണ്ടു എന്ന് പറഞ്ഞു. റഅൽ മശ്രിഖ വൽ മഗ്രിബ വ ജമാഅ ലികസ്റതി ത്വാലിഇ വൽ ഗാരിബി മിനൽ കവാകിബി. മശ്രിഖ് മഗ്രിബ് എന്ന് മാത്രം പറയാതെ അത് ബഹുവചനത്തിൽ മശാരിഖ് മഗാരിബ് എന്ന് പറയാൻ കാരണം ഈ നക്ഷത്രങ്ങളുടെ ഉദയസ്ഥാനങ്ങളും അസ്തമയ സ്ഥാനങ്ങളും നിരവധി ഉള്ളത് കൊണ്ടാണ് എന്നാണ്. അത് 2 മാത്രം അല്ല.
ഇന്നും ഉമ്മത്തി സയബ്ലുഗു മുൽക്കുഹ മാ സവാലി മിൻഹ. എനിക്ക് ഭൂമി ചുരുട്ടി തന്ന ആ അത്രത്തോളം എൻ്റെ ഉമ്മത്തിന്റെ അധികാരം എത്തും എന്ന് നബി പറഞ്ഞു. ബിൽ ബിനായി അൽ ഫാഇലി വഹു അല്ലാഹു സുബ്ഹാനഹു. അപ്പം മാ സവാലഹ മിൻഹ എന്നുള്ളത് അത് ഫായിലായിട്ട്, അതായത് മഅറൂഫ് ആവുമ്പോൾ ഫായിൽ ഉണ്ടാകുമല്ലോ, അത് അതായത് സകർമ്മക ക്രിയ. അങ്ങനെയാണെങ്കിൽ അത് ഫായിലിന്റെ അടിസ്ഥാനത്തിൽ അപ്പൊ അള്ളാഹു ആണ് ഫായിൽ. സവ എന്ന് പറയുമ്പോൾ ചുരുട്ടിയത് അള്ളാഹു ആണ്. ഔ മാ സുവിയലി മിന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ചുരുട്ടപ്പെട്ടത്, അപ്പൊ പാസീവ് വോയിസ് ആവും, മജ്ഹൂലാവും. അപ്പോ ബിൽ ബിനായിൽ മഫ്ഊൽ, മഫ്ഊലിന്റെ അടിസ്ഥാനത്തിൽ, അതായത് കർമ്മത്തിന്റെ. വൽ ഫായിലു ഹുവ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഫായിൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ചുരുട്ടിയത് അള്ളാഹു ആണ്. ചുരുട്ടപ്പെട്ടത്, എനിക്ക് വേണ്ടി ചുരുട്ടപ്പെട്ടത് എന്ന് പറഞ്ഞാലും എനിക്ക് അള്ളാഹു ചുരുട്ടി തന്നത് എന്ന് പറഞ്ഞാലും ഒരേ ആശയം തന്നെ. ഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽക്കുഹ, എൻ്റെ ഉമ്മത്ത് അതിന്റെ അധികാരം എത്തുക തന്നെ ചെയ്യും, വിശേഷം എത്തും. ഹാദാ ഖബറുൻ അൽ മുസ്തഖ്ബൽ, ഇത് വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വിവരണം, ഒരു വൃത്താന്തമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് പറയണം, അള്ളാഹു നൽകിയ മുഅ്ജിസത്ത് കാരണമായിട്ട്. അതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം നബി പറയാണ്. ഫഫീഹി ദലീലുൻ മിൻ അദില്ലത്തി നുബുവ്വത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത്, പ്രവാചകത്വത്തിന്റെ തെളിവുകളിൽപ്പെട്ട ഒരു തെളിവ് ഇതിലുണ്ട്. വഖദ് വഖഅ കമാ അഖ്ബറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ തന്നെ സംഗതി സംഭവിച്ചു. ഫന്തശറത്തിൽ ഫുതുഹാത്ത് ഫി അഹ്ദിൽ ഖുലഫാഇർ റാഷിദീന, ഖുലഫാഉർ റാഷിദീങ്ങൾ, അതായത് സച്ചരിതരായ ഭരണാധികാരികൾ, ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ വിജയങ്ങൾ വ്യാപിച്ചു, വിജയങ്ങൾ മുസ്ലിങ്ങൾക്ക് വ്യാപിച്ചു. ഖുലഫാഇ ബനി ഉമയ്യത്ത, ബനു ഉമയ്യ ഭരണാധികാരികളുടെ കാലഘട്ടത്തിലും ഖലീഫമാരുടെ. ഓ ബനിൽ അബ്ബാസ്, ബനുൽ അബ്ബാസ്, അതായത് അമവി അബ്ബാസി കാലഘട്ടങ്ങളിലൊക്കെ. ഹത്താ സഖത്തത്ത് ദൗലത്തുൽ ഫുർസി ബിൽ മഷ്രിഖി, കിഴക്ക് പൂർവ്വദേശത്ത് പേർഷ്യയുടെ സാമ്രാജ്യം വീഴുന്നത് വരെ. വസഖത്തത്ത് ദൗലത്തുർ റൂമി ബിൽ മഗ്രിബ്, പടിഞ്ഞാറൻ പ്രദേശത്ത്, പാശ്ചാത്യ രാജ്യത്ത് റോമ സാമ്രാജ്യം വീഴുന്നത് വരെ. വംതദ്ദ സുൽത്താനുൽ മുസ്ലിമീന ഫി ശർഖി ഇലാ അൻ വസല സിന്ദ, കിഴക്ക് ഭാഗത്ത് മുസ്ലിങ്ങളുടെ അധികാരം അത് സിന്ധ് വരെ എത്തി. സിന്ധ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉപഭൂഖണ്ഡം വരുന്ന സിന്ധ്. അഫിൽ മഗ്രിബി, പടിഞ്ഞാറൻ ദേശത്ത്, ഇലാ അൻ വസല ഇലാ ത്വഞ്ച വരെ എത്തി. ഫി അഖ്സൽ മഗ്രിബി, പടിഞ്ഞാറിന്റെ അങ്ങേയറ്റത്ത്, അതായത് താഞ്ചിയർ. അതേപോലെ ബറാനിസ് പർവ്വത നിരകൾ, അവിടെ വരെ, ഫ്രാൻസിന്റെ പിരനീസ് പർവ്വത നിരകൾ വരെ അത് വ്യാപിച്ചു. അതായത് വഹിയ ഹുദൂദു ഫ്രാൻസ്, അത് ഫ്രാൻസിന്റെ അതിർത്തിയാണ്. ഹൈസു ദഖലത്തിൽ അന്ദലുസു ഫിൽ ഖിലാഫത്തിൽ അമവിയ ഫി മുൽക്കിൽ മുസ്ലിമീൻ. അതേപോലെ മുസ്ലിങ്ങളുടെ ഭരണ കാലഘട്ടത്തിൽ, ഉമവി ഭരണ കാലഘട്ടത്തിൽ, ഖിലാഫത്തിൽ, അന്തലൂസ്, സ്പെയിൻ, ഇന്നത്തെ സ്പെയിൻ, അത് മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ വന്നു എന്നാണ്. രണ്ട് കൻസ്, രണ്ട് നദികൾ എനിക്ക് നൽകപ്പെട്ടു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അൽ അഹ്മറ വൽ അബിയദ, അഹ്മറും അബിയദും, അതായത് ചുവപ്പും വെളുപ്പും. അൽ മുറാദ് ബിൽ കൻസൈൻ, ഇവിടെ രണ്ട് നിധികൾ എന്ന് പറഞ്ഞ ഉദ്ദേശം അൽ അംവാലുൻ നഫീസ, അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ വിലമതിപ്പുള്ള സ്വത്തുക്കളാണ്. അൽ അഹ്മർ അൽ ദഹബു, ചുവപ്പ് എന്ന് പറഞ്ഞത് സ്വർണ്ണാണ്. വൽ അബിയദു അൽ ഫിദ്ദ, വെളുത്ത് എന്ന് പറഞ്ഞത് അത് വെള്ളിയാണ്. വഹാദ ഇബാറത്തുൻ അൻ അംവാലി ഫുർസി വർ റൂം, പേർഷ്യക്കാരുടെയും റോമക്കാരുടെയും സാമ്രാജ്യങ്ങളെ, സ്വത്തുക്കളെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. വഖദ് വഖഅ മാ അഖ്ബറ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞ കാര്യം സംഭവിക്കുക തന്നെ ചെയ്തു. ഫഖദ് ജീഅ ബി അംവാലിൽ ഫുർസി വർ റൂം ഫീ ഖിലാഫത്തി ഉമർ ബിൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് റളിയല്ലാഹു അൻഹു റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടുവരപ്പെട്ടു. അതായത് ഗനീമത്ത് മുതലായിട്ട് യുദ്ധത്തിൽ പിടിച്ചടക്കപ്പെടുന്ന. മദീനയിലെ മുസ്ലിങ്ങൾക്കിടയിൽ അത് വിതരണം ചെയ്യപ്പെട്ടു. കിസ്റ ചക്രവർത്തി ധരിച്ചിരുന്ന, അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിരുന്ന കിരീടം അതുവരെ കൊണ്ടുവരപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉള്ള അന്ന് ആ സമയത്ത് മുസ്ലിം ആയിരുന്നില്ല, അങ്ങനെയുള്ളൊരു വ്യക്തിയോട് പറയുന്നുണ്ട്.
അദ്ദേഹം ആ നിമിഷം തന്നെ മുസ്ലിം ആവുകയും ചെയ്തു. അതായത് കിസ്റയുടെ വളകൾ അണിയിക്കപ്പെടും നിനക്ക് എന്ന് ഇവിടെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്. അങ്ങനെ അതേപോലെ അദ്ദേഹത്തിന്റെ കിസ്റ ചക്രവർത്തി അദ്ദേഹത്തിന്റെ 2 കൈകളിൽ ധരിച്ചിരുന്ന വളകളും കൊണ്ടുവരപ്പെട്ടു. പറഞ്ഞ വാർത്ത, വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ ഒരു സത്യപ്പെടുത്തലാണ് ഇത് പിന്നീട് സംഭവിച്ചത്. ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി എൻ്റെ റബ്ബിനോട് ചോദിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ ഉമ്മത്തിനോടുള്ള സ്നേഹം അതിൽപ്പെട്ടതാണ്, ഷഫഖത്ത് വാത്സല്യത്തിൽപ്പെട്ടതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? അല്ലാ യുഹ്ലികഹാ ബിസനത്തിൻ ആമ്മ, മൊത്തത്തിലുള്ള ഒരു വരൾച്ചാരി ക്ഷാമം കാരണം ആ ഉമ്മത്തിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ നശിപ്പിക്കരുത് എന്ന്, നിറപൂർണ്ണമായിട്ട് നശിപ്പിക്കരുത് എന്ന്. അൽ മുറാദു ബിസ്സന, അസ്സന എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൽ ജുദുബ് വരൾച്ചയാണ്. ക്ഷാമവും വരൾച്ചയും മുസ്ലിങ്ങളുടെ എല്ലാ രാജ്യത്തും മൊത്തത്തിൽ ബാധിക്കരുത്. അപ്പൊ അവരുടെ സ്വത്തുക്കളും അവരുടെ കൃഷികളും അവർ തിന്നുന്നതും ഒക്കെ നശിക്കുമല്ലോ. അപ്പൊ അങ്ങനെ പൂർണ്ണമായ നാശം ഈ ഉമ്മത്തിന് ഇനി വരുത്തരുതേ എന്ന്. വഖൗലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വഅല്ലാ യുസല്ലിത അലൈഹിം അദുവ്വൻ മിൻ സിവാ അൻഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സുകളിൽ നിന്നല്ലാതെ അവർക്ക് ശത്രുക്കളെ അവരുടെ കർത്താക്കൾ അവരുടെ അധികാരകർത്താക്കൾ ആക്കുന്ന ഒരു സാഹചര്യം വരരുത്. യാനി ഉദ്ദേശിക്കുന്ന കാഫറുകളിൽ നിന്ന്. അൽ കുഫാർ അൽ മുസ്ലിം, കാഫറിങ്ങളെ മുസ്ലിങ്ങളുടെ അധികാരികളാക്കരുത് എന്നതാണ്. ഇവിടെ അവരുടെ ബൈളത്ത് അങ്ങനെ പിടിച്ചെടുക്കാതിരിക്കാൻ, ബൈളത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹൗസത്ത്, യാനി ലാ യസ്തബീഹുൽ കുഫാർ ഹൗസത്തുൽ മുസ്ലിമീന വല ബിലാദഹും, കാഫര്യങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കേന്ദ്രത്തെയും നാടുകളെയും കൈയടക്കാതിരിക്കാൻ അത് കഴിയുകയില്ല, കഴിയുകയില്ല. ബിലാദഹും ജമാഅത്തുഹും. ഇനി വഇന്ന റബ്ബി ഖാല, എന്റെ റബ്ബ് നിശ്ചയം പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദിഹി ഇജാബത്തുല്ലാഹി ദഅവത്തി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതിന് അള്ളാഹുവിന്റെ മറുപടി, ഇജാബത്താണ്. ഇന്നി ഇദാ ഖളൈതു ഖളാഅൻ ഫഇന്നഹു ലാ യുറദ്ദു, നിശ്ചയം ഞാൻ ഒരു കാര്യം വിധിച്ചാൽ അത് തടയപ്പെടുകയില്ല, റദ്ദാക്കപ്പെടുകയില്ല. ഇന്നി അഅതൈതുക ലിഉമ്മതിക, അതെ, ഇന്നി അഅതൈതുക ലിഉമ്മതിക, നിശ്ചയമായും നിന്റെ ഉമ്മത്തിന്, താങ്കളുടെ ഉമ്മത്തിന് വേണ്ടി ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞോ. അല്ലാ ഉഹ്ലികഹും ബിസനത്തിൻ ആമ്മ, മൊത്തത്തിലുള്ള ഒരു ക്ഷാമം വരൾച്ച മൂലം മൊത്തത്തിൽ ഉമ്മത്തിനെ നശിപ്പിക്കുകയില്ല എന്ന്. ഇസ്തജാബ് അല്ലാഹു ദഅവത്തൽ ഊലാ മുത്തലഖൻ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് അത് അപേക്ഷ അള്ളാഹു മുത്തലഖായിട്ട് തന്നെ അതിന് ഉത്തരം നൽകി അംഗീകരിച്ചു. വഅന്നഹു സുബ്ഹാനഹു വതആല ലാ യുൻസിലു ഖഹതൻ ആമ്മൻ ലിൽ ബിലാദി കുല്ലിഹ, മൊത്തം മുസ്ലിം രാജ്യങ്ങളിൽ പൂർണ്ണമായിട്ട് വരൾച്ചയും അങ്ങനെ അള്ളാഹു ഇറക്കൂല. വഇന്നമാ യുൻസിലുൽ ഖഹത് ഫീ ബഅദിൽ ബിലാദ് ദൂന ബഅദിൽ ബിഖിലാഫിൽ ഉമ്മമിസ് സാബിഖ, മുൻ ഉമ്മത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില നാടുകളിൽ വരൾച്ച ഉണ്ടാകും എന്നേ ഉള്ളൂ, എന്നാൽ മറ്റു ചില നാടുകളിൽ വരൾച്ച ഉണ്ടാവില്ല. അങ്ങനെ ഒരേ സമയം എല്ലാ നാട്ടിലും വരൾച്ച എന്നത് ഉണ്ടാവില്ല. അല്ലാ ഉസല്ലിത അലൈഹിം അദുവ്വൻ മിൻ സിവാ അൻഫുസിഹിം ഫയസ്തബിഹ ബൈളതഹും, അതേപോലെ ശത്രുക്കളെ അവർക്കിടയിൽ നിന്ന് എന്നതല്ലാതെ, ആഭ്യന്തരമായി അല്ലാതെ പുറത്തു നിന്നുള്ള ശത്രുക്കൾക്ക് അവരുടെ മേൽ ആധിപത്യം നൽകുകയില്ല. എല്ലാ ഭാഗത്തു നിന്നുള്ളവരും അവർക്കെതിരിൽ സംഘടിച്ചാലും ഏതുവരെ, അവർ പരസ്പരം നശിപ്പിക്കുന്നത് വരെ, പരസ്പരം അവർ ബന്ധനസ്ഥരാക്കുന്നവരെ,
ഇസ്തജാബ അല്ലാഹു ലഹു ദഅവത്ത് സാനിയ ഇസ്തജാബത്തൻ മുഅല്ലഖത്തൻ. ഒരു സ്വാഭാവികമായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ ഒരു മറുപടിയാണ് അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ അപേക്ഷക്ക് നൽകിയത്. ഞാൻ ഉദ്ദേശിക്കുന്നത് മാദാമത്ത് ഉമ്മത്തുക്ക മുജ്തമിഅത്തൻ അലൽ ഹഖി കലിമത്തുഹാ വാഹിദത്തുൻ. ഒറ്റ കലിമത്തിൽ താങ്കളുടെ ഉമ്മത്ത് ഒരുമിക്കുകയാണ്, അത് വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല, അവർക്ക് ഒരേ അഭിപ്രായം ഉള്ളൂ എങ്കിൽ ഒറ്റ അടിസ്ഥാനപരമായിട്ട് അവർ ഒന്നിച്ചു നീങ്ങുന്നെങ്കിൽ കാഫിറുകളിൽ നിന്നുള്ള ശത്രുക്കളെ അവർക്ക് മേൽ അധികാരമുള്ളവരാക്കുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. അമ്മാ ഇദാ ഹസല ഫിൽ ഉമ്മത്തി ഇഫ്തിറാഖുൻ കലിമത്തിൻ, എന്നാൽ വചനത്തിനെ സംബന്ധിച്ച ഭിന്നത ഉമ്മത്തിൽ ഉടലെടുത്താൽ വഹസല ബൈനഹും ഖിതാലുൻ ഫീമാ ബൈനഹും, അവർക്കിടയിൽ വധങ്ങൾ കൊലപാതകങ്ങൾ ഉണ്ടായാൽ അവരിൽ ചിലർ ചിലരെ അല്ലെ പരസ്പരം ബന്ദികളാക്കിയാൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അല്ലാഹു എന്ത് ചെയ്യും? അവരെ ശിക്ഷിക്കും, അവർക്ക് മേൽ കാഫിറുകൾക്ക് അധികാരം നൽകുകയും ചെയ്യും എന്ന്. ഭൂമിയുടെ നാനാഭാഗത്തുള്ളവർ അവർക്കെതിരെ, അതായത് മുസ്ലിം ഉമ്മത്തിനെതിരെ ഒരുമിച്ച് കൂടിയാൽ പോലും മുസ്ലിമീന വലം യകുൻ ബൈനഹും ഇഖ്തിലാഫുൻ വലാ തഖാതുലുൻ ഫീമാ ബൈനഹും, അതായത് മുസ്ലിങ്ങൾക്ക് ഒരുമിച്ചാണ്, അവർക്കിടയിൽ പരസ്പരം കൊലപ്പെടുത്തലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ അഹ്ലൽ അർദി കുല്ലഹും അലാ ഖിതാലിൽ മുസ്ലിമീന ഔ അറാദു സൽബ ശൈഇൻ മിൻ മുൽകിഹിം ഫലൻ യസ്തതിഉ. അപ്പോൾ ഭൂമിയിലുള്ള മുഴുക്കെ മുസ്ലിങ്ങളെ വധിക്കാൻ ഉദ്ദേശിക്കുകയും അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും വലിച്ചെടുക്കാൻ ഊരിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാലും അവരുടെ ആധിപത്യത്തിൽ നിന്ന് അത് നടക്കുകയില്ല എന്ന്, അത് കഴിയുകയില്ല അവർക്ക് എന്നതാണ്. ഇത് സത്യാവസ്ഥ, ഇത് സത്യമായി പുലർന്നു. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, ആദ്യ കാലഘട്ടം, അതായത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആദ്യ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ നിന്നപ്പോൾ സുൽത്താൻ മുസ്ലിം ലാഹിറുൻ ഫിൽ അർദ്, അപ്പോൾ ഭൂമിയിൽ പിന്നെ മുസ്ലിങ്ങളുടെ ആധിപത്യം, ശക്തി എന്നത് പ്രകടമായിരുന്നു. ഖദ് ഖാഫത്തുഹും അൽ ഉമം, ഉമ്മത്തുകൾ മുസ്ലിങ്ങളെ ഭയപ്പെട്ടിരുന്നു. ഫസ്വാറൽ കുഫാർ യഖാഫൂന മിനൽ മുശ്രിക്കീൻ, കാഫിറുകൾ മുസ്ലിങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? മുസ്ലിങ്ങളെ ഭയക്കാൻ തുടങ്ങി എന്ന്. അങ്ങനെ മുസ്ലിങ്ങൾ ഐക്യത്തോടെ വന്നപ്പോൾ വലമ്മാ വഖഅത്തിൽ ഫിത്നതു ബൈനൽ മുസ്ലിമീന ഫീ ഖിലാഫത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഫിത്ന പുറപ്പെട്ടപ്പോൾ ബിസബബിൽ യഹൂദിയല്ലദി ദഅൽ ഇസ്ലാം, ഇസ്ലാം വാദിച്ച, എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വാദിച്ച ഒരു യഹൂദിയുടെ കാരണത്താൽ, അബ്ദുല്ലാഹി ഇബ്നു സബ അൽ യമാനി, അത് മൂപ്പരുടെ പേരാണ് യഹൂദിയുടെ, വസ്വാറ യുഹർരിബുൽ മുസ്ലിമീന അലൽ ഖലീഫത്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മുസ്ലിങ്ങളെ അയാൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ. വജ്തമഅ ഹൗലഹു ബിൽ ഔബാശി വദിആഫിൽ ഈമാനി മിന ശബാബി ത്വായിസ്, അങ്ങനെ മ്ലേച്ഛരായ ആളുകളും ദുർബല ഈമാനുള്ള ആളുകളുമൊക്കെ അദ്ദേഹത്തിന് ചുറ്റും കൂടി. ഇജ്തമഉ അലാ ഹാദിഹി ത്വാഗിയ, ഈ വഞ്ചനപരമായിട്ടുള്ള ജോലിക്ക്, അതിനാണ് അവർ ഒരുമിച്ച് കൂടിയത്. വഫി നിഹായത്തി, അവസാനം ഹാസറു ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഖതലുഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വളഞ്ഞ് അവർ വധിക്കുകയാണ് ചെയ്തത്. വലമ്മാ ഖാതലു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ ശിക്ഷിച്ചപ്പോൾ, കൊന്നപ്പോൾ ആഖബല്ലാഹുൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ അല്ലാഹു ശിക്ഷിച്ചു. ഫജഅല ബഅസഹും ബൈനഹും, അവർക്കിടയിൽ അല്ലാഹു ശത്രുത ഉണ്ടാക്കി. വസല്ലത അലൈഹിം അദുവഹും, അവർക്ക് മേൽ അവരുടെ ശത്രു ആധിപത്യം നേടി എന്ന്. വമാ സാലത്തിൽ മുദാവലാത്തു വൽ ഹുറൂബ് ബൈനൽ മുസ്ലിമീന ബഅദിഹിം മഅ ബഅദിൻ വബൈനൽ മുസ്ലിമീന വൽ കുഫാർ, അങ്ങനെ മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരം, മുസ്ലിങ്ങളും കാഫിറുകളും തമ്മിൽ യുദ്ധങ്ങളും പോരാട്ടങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നു. സ്വഹീഹുൻ, ശരിയാണ്, അൻഹാ ഖാമത് ദൗലത്തു ബനി ഉമയ്യത്ത ബഅദ ദാലിക, അതിനുശേഷവും
അമവി സാമ്രാജ്യം നിലനിന്നു എന്നത്. വന്തഷർ ഇസ്ലാം വ്യാപിച്ചു. വദൗലത്ത് ബനി അബ്ബാസ് വലാക്കിൻ ലം തഖുൽ, അതേപോലെ ബനുൽ അബ്ബാസി കാലഘട്ടത്തിൽ ആ സാമ്രാജ്യവും വലാക്കിൻ പക്ഷേ ലം തഖുലിൽ ഉമ്മത്തു മിനൽ ഇഖ്തിതാലി വമിൻ ഫിത്നി ഫീമാ ബൈനഹ. എന്നാൽ ഉമ്മത്തിനിടയിൽ ഫിത്നകളും അതേപോലെ വധങ്ങളും ഒക്കെ അതിൽ നിന്ന് മുക്തമായില്ല ഉമ്മത്ത്. ഇല അൻജാഅത്തി ദഹ്യ ഫി ആഖിരി ഖിലാഫത്തി ബനിൽ അബ്ബാസ്. അങ്ങനെ ബനി അബ്ബാസ് ഭരണകാലത്തിൽ അവരുടെ ഖിലാഫത്തിന്റെ അവസാന കാലഘട്ടത്തിൽ മുസ്ലിങ്ങളുടെ പ്രദേശങ്ങളിൽ തർത്താരികൾ ആക്രമിച്ചു. അതേപോലെ മുസ്ലിങ്ങളുടെ തലസ്ഥാനമായ ബഗ്ദാദ് അവർ എന്ത് ചെയ്തു? തകർത്തു. അതേപോലെ അബ്ബാസിയ ഖലീഫയെ അവർ വധിച്ചു. അങ്ങനെ 100,000 ആളുകളെ മുസ്ലിങ്ങളെ അവർ വധിച്ചു. മുസ്ലിങ്ങളുടെ കിതാബുകൾ അവര് കത്തിച്ചു. നദിയിലൊഴുക്കി അവര്. ഈ കിതാബുകളുടെ ഗ്രന്ഥശേഖരങ്ങളുടെ മഷി കാരണം വെള്ളം പകർച്ചയായി എന്നതാണ്. എന്നിട്ട് നാടിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ അവര് അധികാരമേറ്റെടുത്തു. അങ്ങനെ മറ്റു നാടുകളിലേക്കും കടന്നു പറ്റി ചരിത്രം രേഖപ്പെടുത്തിയ കഠിനമായ യുദ്ധങ്ങൾ സംഭവിച്ചു എന്നതാണ്. അപ്രകാരമാണ് കുരിശു യുദ്ധക്കാർ മുസ്ലിങ്ങൾക്കെതിരെ അവർ അണിനിരന്നു. അതേപോലെ ആന്ദലൂസ് സ്പെയിൻ അവർ പിടിച്ചടക്കുകയും ചെയ്തു എന്നതാണ്. അതേപോലെ അവര് ഷാം നാടുകളിലേക്ക് കടന്നു കയറി ബൈത്തുൽ മഖ്ദിസ് കൈയടക്കി ശത്രുക്കള്. അതേപോലെ വബഖിയ ബൈത്തുൽ മഖ്ദിസ് ഹവാലി 100 സന തഹത ഐദി സ്വലീബിയീൻ. അങ്ങനെ സ്വലീബിയങ്ങളുടെ കൈകളിൽ, കുശിദ്ധക്കാരുടെ കൈകളിൽ ബൈത്തുൽ മഖ്ദിസ് 100ഓളം വർഷം അവരുടെ കൈകളിൽ ആയി എന്നാണ്. സ്വലാഹുദ്ദീൻ അൽ അയ്യൂബി വരുന്നത് വരെ റഹിമഹുല്ലാ ഫഖല്ലസ ബൈത്തുൽ മഖ്ദിസ് മിൻ ഐദിൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് മുസ്ലിങ്ങളുടെ അല്ല, സ്വലീബിയൻ കുരിശുദ്ധക്കാരുടെ കൈകളിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിനെ സലാഹുദ്ദീൻ അയ്യൂബി ഖല്ലസ രക്ഷപ്പെടുത്തി മുക്തമാക്കി എന്നതാണ്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അതേപോലെ കാഫര്യങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആധിപത്യവും നമ്മുടെ ഈ കാലഘട്ടത്തിലും തുടരുകയാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈ കാര്യം ഇത് വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. കമാഫി ഹാദുൽ ഹദീസ്, ഈ ഹദീസിലുള്ള പോലെ അവരിൽ ചിലർ ചിലരെ നശിപ്പിക്കുന്നവരെ, അവരിൽ ചിലർ ചിലരെ ബന്ധനസ്ഥരാക്കുന്നത് വരെ. അപ്പോൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ഈ പ്രശ്നങ്ങളൊക്കെ കാരണം കാഫറുകൾക്ക് അവരുടെ മേൽ അള്ളാഹു ആധിപത്യം നൽകുമെന്നതാണ്. അതേപോലെ മുസ്ലിങ്ങളുടെ ഹുർമത്ത് നശിക്കുമെന്നാണ്. അവനെ കൊല്ലുന്നു, പരസ്പരം കൊല്ലുന്നു എന്നുള്ളതാണ്. അതേപോലെ മുസ്ലിമീൻ, അവരൊക്കെ മുസ്ലിം സഹോദരങ്ങളാണെന്നിരിക്കെ പരസ്പരം കൊലപാതകം
ബന്ദിയാക്കലും ഒക്കെ നടക്കുന്നു എന്നതാണ്. വൽ വാജിബു അലൽ മുസ്ലിമീൻ, അപ്പൊ മുസ്ലിങ്ങളുടെ മേൽ നിർബന്ധമായ കാര്യം എന്ന് പറയുന്നത് അയ്യക്കൂനു ഉമ്മതം വാഹിദ, അവർ ഒറ്റ ഉമ്മത്താവണം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മതം വാഹിദ വഅന റബ്ബുക്കും ഫഅബ്ദൂൻ, ഈ ഉമ്മത്ത് ഒറ്റ ഉമ്മത്താണ്, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക. വലാ തനാസഉ ഫതഫ്ശലു, നിങ്ങൾ തർക്കിക്കരുത്, ഭിന്നിക്കരുത്, അപ്പൊ നിങ്ങളുടെ കാറ്റ് പോകും എന്നാണ്. അതായത് അപ്പൊ നിങ്ങൾ ഭിന്നിക്കും, ചിതറും എന്നതാണ്. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു, ഭിന്നിച്ച് ചിതറിപ്പോയ, ഭിന്നിച്ച് കക്ഷികളായി പോയവരെ പോലെ ആകരുത് നിങ്ങൾ. ഇന്നല്ലദീന ഫറഖു ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫി ഷൈ. അതേപോലെ അഹ്ലുൽ കിതാബുകാരെ കുറിച്ച് പറഞ്ഞാണെങ്കിലും മുസ്ലിങ്ങൾക്ക് ഇത് ബാധക, എന്ത് ദീനില് വേർപിരിവുണ്ടാക്കി അങ്ങനെ കക്ഷികളായി അവരെ കുറിച്ച് അള്ളാഹു വിമർശിച്ച് പറയുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം ശിക്ഷയാണ്. കാഫിരീങ്ങൾ നമുക്ക് വേണ്ടി ആധിപത്യം പുലർത്തുന്നതിന് കാരണമാണ്. ഐക്യമാകട്ടെ റഹ്മത്തും കരുണയാണ്, വഖുവ്വത്തും ശക്തിയുമാണ്, വഇസ്സത്തുൻ ലിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് ഇസ്സത്തും ആണ്. തൗഹീദിന്റെ അഖീദക്ക് കീഴിലല്ലാതെ ഐക്യം സാധ്യമല്ല എന്നതാണ്. അതേപോലെ ഇനി അദ്ദേഹത്തിന്റെ വചനം, അതായത് ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ വചനം, റവാഹു അൽ ബർഖാനി, ഈ പറഞ്ഞ ഹദീസ് ബർഖാനി റിപ്പോർട്ട് ചെയ്തു, ഫി സ്വഹീഹി, അദ്ദേഹത്തിന്റെ സ്വഹീഹ്. അൽ ബർഖാനി എന്ന് പറഞ്ഞാൽ അബൂബക്കർ മുഹമ്മദ് അൽ ഖവാരിസ്മി അഷ്ശാഫിഈ, അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കിതാബ് യുസമ്മ ബിൽ മുസ്നദ് സ്വഹീഹ്, മുസ്നദ് സ്വഹീഹ് എന്നറിയപ്പെടുന്നു. ജമഅ ഫിഹാ അൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹ ഹദീസുകൾ അദ്ദേഹം ഇവിടെ ഇതിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പറയുന്നു അന്നഹു ജമഅ ഫീഹിൽ അഹാദീസ സ്വഹീഹിൻ, സ്വഹീഹിലെ അതായത് ബുഖാരിയിലെ മുസ്ലിമിലെയും ഹദീസുകൾ അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചിരിക്കുന്നു. വസാദ അലി, അതിന്മേൽ അദ്ദേഹം അധികരിപ്പിച്ചു മാ സ്വഹഹ ഇൻദഹു മിനൽ അഹാദീസ്, അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ സ്വഹീഹായിട്ടുള്ള ഹദീസുകളും അതിനോട് അദ്ദേഹം കൂട്ടിച്ചേർത്തു.